കാറിന് വൺ സൈഡ് 150 രൂപയാണ്, ഡബിൾ സൈഡ് 225 രൂപയാണ്. പിന്നെ മന്ത്ലി ചാർജ് എഴുതിയിട്ടുണ്ട്. ബാക്കി ചാർജുകൾ താഴോട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളുടെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഫാസ്ടാഗ് റേറ്റാണ്. ഫാസ്ടാഗ് ഇല്ല എങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ചിലപ്പോൾ ഇതിൻ്റെ ഇരട്ടി ചാർജ് ആവാൻ സാധ്യതയുണ്ട്. കോളം ഇൻ്റർനാഷണൽ ബീച്ചിലോട്ട് പോകണമെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇടത്തോട്ടാണ് പോകേണ്ടത്. ലുലു മാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ NH66 സൈഡിൽ തന്നെയാണ് ലുലു മാൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ റോഡ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? സെൻറ്റർ ഭാഗത്തുള്ള അടിപൊളി മരങ്ങളും ചെടികളും നമുക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു വിദേശ രാജ്യമാണെന്ന് തോന്നിപ്പോകും. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടുള്ള കോവളം, പൂവാറ്, വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ബന്ധിപ്പിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു റോഡിൻ്റെ ഒരു ഡിസൈൻ. ഗിന്നസ് റെക്കോർഡുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഈ ഇടതുവശത്ത് കാണുന്ന സർവീസ് റോഡ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചെറിയ ചെറിയ പാച്ച് വർക്കൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതാ എത്തി അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോൾ വാങ്ങുന്ന റോഡ് എവിടെയാണെന്ന്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. NH66 കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് റീച്ചായ കാരോട് കഴക്കൂട്ടം ബൈപ്പാസിലാണ് ഇത്രയും വലിയ ടോൾ വാങ്ങുന്ന റോഡ്. അപ്പോൾ ഇത്രയും വലിയ ടോൾ വാങ്ങുന്ന റോഡ് എങ്ങനെയാണെന്നും കൂടെ കാണണ്ടേ? അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത് കാരോട് മുതൽ കഴക്കൂട്ടം വരെയുള്ള ഫുൾ റോഡാണ്. അപ്പോൾ വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്ത് കാണുക. നല്ലൊരു സൂപ്പർ റോഡാണ്. ഇത്രയും ഭംഗിയുള്ള റോഡ് നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് വരെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. കാരണം അത്രയ്ക്ക് ഭംഗിയിലാണ് ഈ ഒരു റോഡ് മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ് NH66 കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുനിന്ന് തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് കേരളം സംസ്ഥാനം ആരംഭിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് തമിഴ്നാടിലാണ്. ഈ ബോർഡിനപ്പുറം കേരളം, ഇതിനിപ്പുറം തമിഴ്നാട്. ഇവിടെ എഴുതിയിട്ടുണ്ട്, കേരളം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, വെൽക്കം ടു കേരള. ഇവിടെ നിന്ന് 40 കിലോമീറ്ററാണ് തിരുവനന്തപുരം സിറ്റിയിലേക്ക്. കൊല്ലം 99 കിലോമീറ്റർ. ഇവിടെ നിന്ന് മുംബൈ പൻവേൽ വരെ 1719 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ ഒന്ന് കാണിച്ചു തരാം. NH66 തമിഴ്നാട് ഭാഗത്തുള്ള റീച്ച് ഈ ഒരു ഭാഗത്തു നിന്നാണ് ആരംഭിക്കുന്നത്. നാഗർകോവിലേക്ക് ഇവിടുന്ന് 40 കിലോമീറ്ററാണ് ദൂരം. കന്യാകുമാരിക്ക് 56 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് തമിഴ്നാട് ഭാഗത്തേക്ക് റോഡിൻ്റെ പണി കാര്യമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അതായത് മണ്ണിടിച്ച് ലെവലിങ്ങും പോലുള്ള വർക്കുകൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോൾ വാങ്ങുന്ന റോഡ്. ഞാനിപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്താണ്. അപ്പോൾ നമ്മുടെ കേരളം ഇവിടെ അവസാനിക്കുന്ന സ്പോട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് കറങ്ങി നമ്മുടെ കേരളം ആരംഭിക്കുന്നത് മുതൽ നമുക്ക് കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാട് സൈഡാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വർക്ക് അങ്ങനെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഹൈവേ ഈ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആ മുകളിലേക്ക് കാണുന്ന ഈ റോഡ് വഴി മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി ഭാഗത്തേക്ക് പോകാം, ആ സർവീസ് റോഡ് വഴി കയറി. അപ്പോൾ നമ്മുടെ കേരളം ആരംഭിക്കാൻ പോവുകയാണ്. ഇതോ കാണുന്ന ബോർഡ് മുതൽ നമ്മുടെ കേരള സംസ്ഥാനമാണ്. അതാ എത്തി അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ തെക്കേറ്റത്ത് കേരളം തുടങ്ങുന്ന സ്ഥലം. ഇതാണ്. അപ്പോൾ ഇനി കേരളം തുടങ്ങുന്ന സ്ഥലം ആരും കണ്ടിട്ടില്ല എന്ന് പറയരുത്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. ഈ ഒരു സ്ഥലം കാരോട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പറയുന്ന പേര് കടുവാക്കുഴി എന്ന് പറയാറുണ്ട്. ഇവിടെ നിന്ന് പാറശാല ടൗണിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കാര്യം പറയാമെങ്കിൽ വളരെ ഒരു സൂപ്പർ റോഡാണ്. ഞാനിപ്പോൾ ബൈക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബൈക്കിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സാധാ റോഡാണെങ്കിൽ നമുക്ക് വളരെ ഷേക്കായിരിക്കും ക്യാമറയ്ക്കൊക്കെ. അപ്പോൾ ആ ഒരു ഷേക്കൊന്നും ഫീൽ ചെയ്യാതെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ഈ ക്യാമറയിൽ നമുക്ക് ഈ വിഷ്വൽസ് കിട്ടുന്നുണ്ട്. അതായത് വളരെ സ്മൂത്ത് റോഡ് തന്നെയാണിത്. ഈ ഒരു സ്ഥലത്ത് ഹൈവേ പുതിയതായിട്ട് പണിതതാണ്. അതായത് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന റോഡിനെ ഡെവലപ്പ് ചെയ്തെടുത്തതല്ല. അങ്ങനെ ഈ ഹൈവേ വന്നതോടുകൂടെ വളരെ മാറ്റങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പാറശാല ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം സിറ്റിയിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം 40 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കും. അതായത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് എത്താൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തുനിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നവർക്ക് വളരെ അനുഗ്രഹമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റോഡ്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തെ ടൂറിസത്തിന്
വളരെയേറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ഈ റോഡ് പണിതിട്ടുള്ളത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടുള്ള കോവളം, പൂവാറ്, വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ബന്ധിപ്പിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു റോഡിൻ്റെ ഒരു ഡിസൈൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ തിരുവനന്തപുരം സിറ്റിയിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്കിപ്പോൾ തെക്ക് നിന്ന്, അതായത് കന്യാകുമാരി ഭാഗത്തുനിന്നോ പാറശാല ഭാഗത്തുനിന്നോ തിരുവനന്തപുരം സിറ്റി ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് കൊല്ലം ഭാഗത്തേക്കോ അല്ലെങ്കിൽ ലോങ് പോകുന്ന ഒരാൾക്ക് യാതൊരുവിധ ഡിലേയും ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റോഡിൻ്റെ ഡിസൈൻ. ചുരുക്കി പറഞ്ഞാൽ എല്ലാതരം യാത്രക്കാരെയും പരിഗണിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡ് തന്നെയാണ് ഈ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വാത്തിക്കുഴി എന്നാണ്. അപ്പോൾ നമ്മൾ വാത്തിക്കുഴി കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്നൊരു പ്രധാനപ്പെട്ട സ്ഥലം പ്ലാമുട്ടുകടയാണ്. ശരിക്കും പ്ലാമുട്ടുകട ടച്ച് ചെയ്യാതെയാണ് ഈ ഒരു ഹൈവേ പോകുന്നത്. അതായത് ഇനി നമ്മൾ എത്താൻ പോകുന്ന ഒരു സർവീസ് റോഡ് ലിങ്ക് വഴി നമുക്ക് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്ലാമുട്ടുകടയിലേക്ക് പോകാം. അതുപോലെ ഇടതുവശത്ത് കയറി അണ്ടർപാസ് വഴി വലതുഭാഗത്തേക്ക് ഉദിയൻകുളങ്ങര ഭാഗത്തേക്കും പോകാം. ഉദിയൻകുളങ്ങര ഭാഗം എന്ന് പറഞ്ഞാൽ പഴയ NH-66 കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് ഉദിയൻകുളങ്ങര. ഇപ്പോൾ ഇവിടെ ആ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു സർവീസ് റോഡ് ലിങ്ക്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ റോഡിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ഭാഗത്ത് കംപ്ലീറ്റ് NH-66 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു 4 വരി റോഡായിട്ടാണ് NH-66 കടന്നു പോകുന്നത്. പക്ഷേ തിരുവനന്തപുരം വിട്ട് നമ്മൾ മറ്റ് ജില്ലകളിലേക്ക് പോകുമ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും 6 വരി പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എത്താൻ പോകുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ എറിച്ചിക്കൽ എന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു സർവീസ് റോഡ് ലിങ്ക് കാണാം. അപ്പോൾ ഈ ഒരു സർവീസ് റോഡ് ലിങ്ക് വഴി ഇടത് ഭാഗത്ത് കയറി കഴിഞ്ഞാൽ വരുന്ന ഒരു മെയിൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പൂഴിക്കുന്ന് ജംഗ്ഷനാണ്. പൂഴിക്കുന്ന് ഭാഗത്തേക്ക് പോകുന്നവർ ഇവിടെ നിന്ന് ഇടതുവശത്തെ സർവീസ് റോഡ് ലിങ്ക് വഴി ഇപ്പോൾ ഈ കാണുന്ന ഒരു പാലമുണ്ട്. ഈ പാലത്തിൻ്റെ ഇടത് ഭാഗത്തോട്ട് തിരിച്ചു പോകും. അപ്പോൾ ഈ ഒരു പാലം കഴിഞ്ഞ് വരുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ എത്താൻ പോകുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കീഴമ്മാകം എന്നാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. കാരണം ഇവിടെ വരുന്ന സർവീസ് റോഡ് ലിങ്ക് വഴിയാണ് നമ്മൾ ഗിന്നസ് റെക്കോർഡുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഈ ഇടതുവശത്ത് കാണുന്ന സർവീസ് റോഡ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം, അതായത് പ്ലാത്താങ്കര പള്ളിയിലേക്ക് പോകുന്നതും ഇപ്പോൾ കഴിഞ്ഞു പോയ ഈ ഒരു സർവീസ് റോഡ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കന്യാകുമാരി ഭാഗത്തുനിന്ന് വരുന്നവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഈ ഒരു സർവീസ് റോഡ് ലിങ്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇനി നമുക്ക് അടുത്തൊരു സർവീസ് റോഡ് ലിങ്ക് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അതായത് നമ്മൾ ഏകദേശം പഴയകട എത്തിയതിന് ശേഷമാണ് ഇനിയൊരു സർവീസ് റോഡ് ലിങ്ക് ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഓവർ പാസേജ് പാലം കഴിഞ്ഞ് വരുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇലവങ്ങാമൂല എന്നാണ്. NH-66 ഈ ഒരു ഭാഗത്ത് വളരെ വൈകി വർക്ക് കംപ്ലീറ്റ് ആയ ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ അടിഭാഗത്തൊരു തോടുണ്ട്. അപ്പോൾ ഈ തോടിന് മുകളിലൊരു പാലമുണ്ട്. അതിനോടൊപ്പം കുറേ ഭാഗം മണ്ണിട്ട് നികത്തിയെടുത്തൊരു സ്ഥലമാണ്. അതായത് വളരെ ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയെടുത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റോഡിൻ്റെ വർക്ക് വളരെ വൈകിയാണ് കഴിഞ്ഞത്. നമുക്കിവിടെ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ചെടികൾ വളരെ ചെറുതാണ്. കാരണം ഏറ്റവും അവസാനം നട്ട ചെടികളാണിതൊക്കെ. അതുപോലെ ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയായ നെയ്യാർ ഈ ഒരു ഭാഗത്തൂടെയാണ് ഒഴുകുന്നത്. നെയ്യാറിൻ്റെ കുറുകെയുള്ള പാലമാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ നെയ്യാറിന് കുറുകെയുള്ള പാലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെയ്യാർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എത്താൻ പോകുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ മണ്ണക്കൽ എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മണ്ണക്കൽ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നിലായിട്ടൊരു ഓവർ പാസേജ് പാലം കാണാം. അപ്പോൾ ആ ഒരു പാലം കഴിഞ്ഞ് വരുന്നൊരു സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു ഓവർ പാസേജ് പാലം കഴിഞ്ഞ് കുറച്ച് വലത്തോട്ട് പോകുമ്പോൾ വരുന്നൊരു മെയിൻ ടൗണാണ് പഴയകട. അതുപോലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു സർവീസ് റോഡ് ലിങ്ക് ഇടത് ഭാഗത്ത് ഇപ്പോൾ ഈ ചാണി എന്ന് കാണുന്ന സ്ഥലം, ചാണി അല്ലെങ്കിൽ പുത്തൻകട എന്ന് കാണിച്ചൊരു സൈൻ ബോർഡ് കാണുന്ന ഈ ഒരു ലിങ്ക്,
അതായത് നമ്മൾ ഇതാ കാണുന്ന ഈ ഒരു സർവീസ് റോഡ് ലിങ്ക്, ഈ ഒരു ലിങ്ക് ഒരു പ്രധാനപ്പെട്ട ലിങ്കാണ്. കാരണം ഈ ഒരു ലിങ്കിൽ കൂടെയാണ് നമുക്ക് തെക്ക് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് പൂവാറിലേക്ക് പോകുന്ന ഏറ്റവും എളുപ്പ വഴി ഈ ഒരു ലിങ്ക് യൂസ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ആ ഒരു ലിങ്കിലിറങ്ങി അണ്ടർ പാസേജ് വഴി പുത്തൻകട വഴി പഴയകട നെയ്യാറ്റിങ്കര ഭാഗത്തും ആ ഒരു സർവീസ് റോഡ് ലിങ്ക് ഉപയോഗിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് NH66 അതായത് കാരോട് ബൈപ്പാസിൽ തെക്ക് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആദ്യത്തെ ഒരു ജംഗ്ഷനാണ്. ഈ ഒരു ജംഗ്ഷൻ്റെ പേര് പുറത്തിവിള ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പുറത്തിവിള ജംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടത് ഭാഗത്തേക്ക് പോകുന്നത് കാഞ്ഞിരംകുളം ടൗണിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പഴയകട പുത്തൻകട ഭാഗത്തോട്ട് നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത് ഭാഗത്തേക്ക് പോകാം. നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തിവിള ജംഗ്ഷനിൽ കൂടെയാണ്. NH66 അടുത്തടുത്ത് 2 ജംഗ്ഷൻ വരുന്ന ഒരു സ്ഥലമാണിത്. അതായത് ഈ പുറത്തിവിള ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്ററിന് അടുത്തായിട്ട് തന്നെ അടുത്തൊരു ജംഗ്ഷൻ വരുന്നുണ്ട്. ആ ഒരു ജംഗ്ഷൻ കാഞ്ഞിരംകുളം ജംഗ്ഷനാണ്. കറക്റ്റ് കാഞ്ഞിരംകുളം ജംഗ്ഷൻ വരുന്നത് ആ ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് ഇടത്തോട്ടാണ്. ഹൈവേ ആയിട്ട് ലിങ്ക് ആവുന്ന ആ ഒരു ഭാഗത്തിനെ കാഞ്ഞിരംകുളം ഹൈവേ ജംഗ്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു സ്ഥലമൊന്ന് കാണാം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്തൊക്കെ വളരെ നേരത്തെ വർക്ക് കംപ്ലീറ്റ് ആയ ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ നേരത്തെ തന്നെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നു. മണ്ണ് ലെവലിങ്ങും അതുപോലെ തന്നെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞൊരു സ്ഥലമായിരുന്നു. ചില സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റ് ഇളക്കിയിട്ട് വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ. ഇപ്പോഴും ഇവിടെ ഹൈവേയിൽ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതായത് നിങ്ങൾക്ക് ഈ സെൻറ്റർ ഭാഗത്ത് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടുത്തെ പുല്ല് വെട്ടി മാറ്റിയതാണ്. ഇപ്പോൾ അത് ചെറുതായിട്ട് ഉണങ്ങി കിടക്കുന്ന കാണാം. കാരണം ഈ ഒരു 3-4 ദിവസത്തിന് ഇടയിലാണ് ഇത്രയും ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഹൈവേ അടുത്ത് 2ാമത്തെ ജംഗ്ഷൻ, അതായത് കാഞ്ഞിരംകുളം ഹൈവേ ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലരാമപുരം ഭാഗത്തേക്ക് പോവാം. ഇടത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഇടത് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ കാഞ്ഞിരംകുളം ജംഗ്ഷനിലോട്ടും പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നൊരു മെയിൻ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈവേ പാസ് ചെയ്ത് പോണ ഒരു മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ പുന്നക്കുളമാണ്. നമ്മളിപ്പോൾ പുന്നക്കുളം ഭാഗത്ത് എത്തിയിട്ടില്ല. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പുന്നക്കുളം ഭാഗം വരുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാഞ്ഞിരംകുളം ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് കാലം മുമ്പ്, അതായത് വളരെ മുമ്പ് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ റോഡിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ചെടി ഇങ്ങനെ പടർന്ന് താഴോട്ട് വളർന്ന് നിൽക്കുന്നത് കാണാം. കാരണം ഇവിടെയൊക്കെ കുറച്ച് കാലം മുമ്പ് വർക്ക് കംപ്ലീറ്റ് ആയ സ്ഥലമാണ്. പിന്നെ ഇനിയൊരു വലിയൊരു പാലമാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മളിപ്പോൾ ആ പാലത്തിലോട്ട് കയറി കഴിഞ്ഞു. ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നദിയോ മറ്റ് സംഭവങ്ങളൊന്നും അല്ല, പുഴയൊന്നും അല്ല. അതായത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ മണ്ണ് ഇട്ട് നികത്തുന്നതിന് പകരം പാലമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ പാലം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കാര്യം പറയുകയാണെങ്കിലും, അപ്പോൾ ഇവിടെയും വളരെ നേരത്തെ വർക്ക് കംപ്ലീറ്റ് ആയ ഒരു സ്ഥലമായിരുന്നു. അതായത് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെയും മനസ്സിലാവും, ചെടികൾ പടർന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് മുൻപ് റോഡില്ലാത്തൊരു സ്ഥലമായിരുന്നു. പുതിയതായിട്ട് റോഡ് ഉണ്ടാക്കിയതാണ്. അതായത് കംപ്ലീറ്റ് മണ്ണും ഇടിച്ചു മാറ്റി ഉണ്ടാക്കിയൊരു സ്ഥലമാണ് ഇവിടെയും ഈ ഒരു ഭാഗമൊക്കെ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു സർവീസ് റോഡ് ലിങ്ക്, ഒരു പ്രധാനപ്പെട്ട സർവീസ് റോഡ് ലിങ്കാണ്. ഈ സർവീസ് റോഡ് ലിങ്ക് വഴി നമുക്ക് പുന്നക്കുളം ഭാഗത്തേക്ക് പോകും. അതുപോലെ തന്നെ ആ റോഡ് വഴി ഇറങ്ങി ഇടത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ചപ്പാത്ത്, ചൊവ്വര, ആഴിമല, അതുപോലെ സോമതീരം തുടങ്ങിയ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്ക് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലിങ്ക് വരുന്നത് കുറച്ച് മുമ്പോട്ട് പോയിട്ടാണ്. അപ്പോൾ ഈ ഒരു റോഡ് വന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉണ്ടായ നേട്ടങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ഇടത് മാറി ഒരു തീരദേശ റോഡുണ്ട്. ആ റോഡ് എപ്പോഴും നല്ല തിരക്കുള്ള റോഡാണ്. അതായത് കോവളം മുതൽ പൂവാറ് വരെ പോകുന്ന റോഡാണ്. ഒരു പ്രധാനപ്പെട്ട റോഡാണ്, നല്ല വീതിയുള്ള റോഡാണ്.
അപ്പോൾ ആ റോഡ് വഴിയാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ കംപ്ലീറ്റും ഈ ഒരു റോഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം നമുക്ക് കോവളമൊക്കെ എത്താൻ പറ്റും. നമ്മളിപ്പോൾ പുന്നക്കുളം ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്നൊരു പ്രധാനപ്പെട്ടൊരു സർവീസ് റോഡ് ലിങ്കാണ്. ആ ലിങ്ക് വഴി നമുക്ക് പുളിങ്കുടി, അതുപോലെ തന്നെ ആഴിമല ക്ഷേത്രം, സോമതീരം, വിഴിഞ്ഞം ഹാർബറിലോട്ട് പോകണമെങ്കിൽ നമുക്ക് അതുവഴി നമുക്ക് പോകാൻ പറ്റും. അതുപോലെ നമുക്ക് ബാലരാമപുരം ഭാഗത്ത് പോകണമെങ്കിൽ ഈ വരുന്ന സർവീസ് റോഡ് ലിങ്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു താഴ്ന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മണ്ണിട്ട് നികത്തി റോഡ് ചെയ്തതാണ്. അതായത് വളരെ വൈകിയാണ് ഈ ഒരു ഭാഗത്ത് ഈ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് ഈ ഒരു ഭാഗത്ത് റോഡ് വർക്ക് കംപ്ലീറ്റ് ആയത്. അപ്പം നമുക്ക് ഇവിടെ ഒരു സൈൻ ബോർഡ് തന്നെ കാണാം. അതുപോലെ വീണ്ടും ഒരു സൈൻ ബോർഡുണ്ട്. അതിലും പുളിങ്കുടി പയർമൂടെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു സർവീസ് റോഡ് ലിങ്ക്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്ക് പോകാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു സർവീസ് റോഡ് കയറി നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഓവർ ബ്രിഡ്ജ് വഴി നമ്മൾ വലത്തോട്ട് പോവുക. ഞാൻ ബാലരാമപുരം എന്ന് പറഞ്ഞത്, ബാലരാമപുരം ഒരു വലിയൊരു ടൗണാണ്. അതുകൊണ്ടാണ് ബാലരാമപുരത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞത്. ബാലരാമപുരം മാത്രമല്ല, നമുക്ക് ഒരുപാട് സ്ഥലത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് റോഡ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ കാരോട് വരെയാണ് NH-66 നിലവിൽ ഏറ്റവും കൂടുതൽ ദൂരത്ത് കോൺക്രീറ്റ് റോഡ് പരീക്ഷിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് 23 കിലോമീറ്ററാണ്, കൊല്ലം 82 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു സർവീസ് റോഡ് ലിങ്കുണ്ട്. നമുക്ക് ഇതുവഴി വിഴിഞ്ഞം ഹാർബറിലേക്ക് പോകേണ്ട ഏറ്റവും എളുപ്പവഴി ഈ ഒരു സർവീസ് റോഡ് ലിങ്കാണ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് റോഡിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞു, നമ്മളിപ്പോൾ ടാറിട്ട റോഡിലോട്ട് കയറി കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് വിഴിഞ്ഞം ഹാർബർ വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ വിഴിഞ്ഞം ഹാർബറിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു റോഡ് വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷമായി. നിങ്ങൾക്ക് ഈ റോഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറഞ്ഞാൽ കോവളമാണ്. കോവളം ജംഗ്ഷനാണ് നമ്മൾ ഇനി എത്താൻ പോകുന്നത്. ഇവിടുന്ന് കോവളത്തേക്ക് വെറും 4 കിലോമീറ്ററാണ് ദൂരം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മുക്കോലയാണ്. മുക്കോല ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കോവളം മുതൽ മുക്കോല വരെയാണ് ആദ്യം NH-66 തെക്കോട്ടുള്ള ഭാഗം തുറന്നു കൊടുത്തത്. കോവളം വരെയുള്ള ഭാഗം കുറച്ച് മുന്നേ തുറന്നു കൊടുത്തൊരു ഹൈവേ ആയിരുന്നു. അതിനുശേഷം മുക്കോല വരെ ആയിരുന്നു ആദ്യം തുറന്നു കൊടുത്തത്. പിന്നീടാണ് മുക്കോലയ്ക്ക് ശേഷം കാരോട് വരെ രണ്ടാമത് തുറന്നു കൊടുത്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലമൊക്കെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ള റോഡുകളാണ്. അതായത് ഈ റോഡ് പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. അതായത് മറ്റ് സ്ഥലങ്ങളിൽ വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് റോഡ് തുറക്കാതിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. സിനിമകളുടെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവും, ഈ സൈഡിലുള്ള ആ ഒരു കോൺക്രീറ്റ് വാൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ എവിടെയോ കണ്ടിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ഓവർ പാസേജ് കാണാം. ആ ഓവർ പാസേജ് കൂടെ ഇടത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞം ടൗണും അതുപോലെ തന്നെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിലൊക്കെ പോകുന്ന ഒരു റൂട്ടാണത്. പിന്നെ ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റോഡിൻ്റെ ലുക്ക് ഒരു എന്താ പറയുക, ഒരു നല്ല ഒരു ലുക്ക് തന്നെയാണ്. കാരണം സെൻറ്റർ ഭാഗത്ത് നല്ല ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കാണുന്ന സ്ഥലങ്ങളും ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്. അതായത് ഒരുപാട് ചെടികളുണ്ട്. അതിനോടൊപ്പം തന്നെ ചില സ്ഥലത്തൊക്കെ മരങ്ങളുണ്ട്. പഴയ മരങ്ങളൊന്നും മുറിച്ച് മാറ്റാതെ പുതിയതായിട്ട് റോഡ് ഡെവലപ്പ് ചെയ്ത സമയത്ത് അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് റോഡ് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഒരു റോഡിൻ്റെയൊക്കെ ഒരു നിലവാരം നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ലെവൽ നിലവാരമുള്ള റോഡാണ്. നമുക്ക് നല്ല സ്പീഡിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ റോഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വളവുകളും തിരിവുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം സ്ട്രൈറ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ റോഡ് പണിതിട്ടുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും സ്പീഡ് ലിമിറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ഇവിടുത്തെ ഒരു സ്പീഡ് ലിമിറ്റ് 80 കിലോമീറ്ററിൻ്റെ ഒരു ബോർഡ് നമ്മളിപ്പോൾ കണ്ടിരുന്നു. ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു നല്ലൊരു ഫീലാണ്. നമ്മൾ ഇതുവരെ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു റോഡിൻ്റെ ഒരു ടൈപ്പല്ല പുതിയ റോഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോവളം ജംഗ്ഷനാണ്. കോവളം ഇൻ്റർനാഷണൽ ബീച്ചിലോട്ട് പോകണമെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്ന്
നമ്മൾ ഇടത്തോട്ടാണ് പോകേണ്ടത്. അതായത് ഹൗവ ബീച്ച് കോവളം മെയിൻ ബീച്ചിലോട്ട് പോകണത് ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് പോവുക. പിന്നെ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് വിഴിഞ്ഞം ഭാഗത്തോട്ട് പോകണമെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്യുക. റൈറ്റ് കയറിയിട്ട് റൈറ്റിലെ സർവീസ് റോഡ് വഴി കയറി അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജ് വഴി വിഴിഞ്ഞം ഭാഗത്തേക്ക് പോകും. പിന്നെ ഇവിടുന്ന് സമുദ്ര ബീച്ചിലേക്ക്, അതായത് കോവളം സമുദ്ര ബീച്ചിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് കയറുക. ലെഫ്റ്റ് സർവീസ് റോഡ് വഴി മുന്നോട്ട് വന്നതിന് ശേഷം ഏകദേശം 1 കിലോമീറ്ററോളം ഭാഗം മുന്നോട്ട് വരിക. മുന്നോട്ട് വന്നിട്ട് ഇടത്തോട്ടാണ് പോകേണ്ടത്. പിന്നെ എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഒരു റൂട്ടിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നമ്മളിപ്പോൾ കോവളം ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു റോഡിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്കുക. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ റോഡ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കോവളം ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇനി അടുത്തെത്താൻ പോകുന്ന ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ വെള്ളാറ ജംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതോ കാണുന്നതാണ് വെള്ളാറ ജംഗ്ഷൻ. ഇപ്പോൾ നമ്മൾ വെള്ളാറ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവളം ടൗണിലെ ലെഫ്റ്റ് ലിങ്ക് വഴി സമുദ്ര ബീച്ചിലോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ വെള്ളാറ ജംഗ്ഷനിൽ വരിക. വെള്ളാറ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് സർവീസ് റോഡ് കയറി അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അപ്പോൾ അതുവഴി കോവളം ബീച്ചിലോട്ട് പോകാൻ പറ്റും. കോവളം സമുദ്ര ബീച്ചിലേക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാറ ജംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റോഡിനെ കുറിച്ച് പറയുമെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സൈഡും റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. റോഡിൻ്റെ സൈഡിലെ വാൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പെയിൻറ്റിംഗ് ഒക്കെ കാണാം. എല്ലാ സ്ഥലത്തും ഇല്ല, ചില സ്ഥലത്തൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സെൻട്രൽ ഭാഗത്ത് ഈ ചെടികളും ഒക്കെ ആയിട്ട് ആ റോഡിൻ്റെ ആ ഒരു ഭംഗിയിൽ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ഒരു പ്രത്യേകതരം വൈബാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് തന്നെ അതൊന്ന് എൻജോയ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയൊരു ട്രാഫിക് സിഗ്നലാണ് ഫ്രണ്ടിൽ. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം പാച്ചല്ലൂർ ഭാഗത്തോട്ട് പോകാം. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ചിത്രാഞ്ജലി ഫിലിം സ്റ്റുഡിയോയിലോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് നിന്നിട്ട് തിരുവല്ലത്തു നിന്നും തിരിഞ്ഞു പോകാം. ഈ ട്രാഫിക് സിഗ്നൽ കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് തിരുവല്ലം ജംഗ്ഷൻ. തിരുവല്ലം ജംഗ്ഷൻ എല്ലാവർക്കും അറിയാം, പരശുരാമ ക്ഷേത്രമൊക്കെ ഉള്ളത് അവിടെയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കോവളം ഭാഗത്തേക്ക് വരുന്ന മെയിൻ റോഡ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നേരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു റോഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ റോഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് കാണുന്ന മരങ്ങൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. റോഡ് ഡെവലപ്പ് ചെയ്ത സമയത്ത് ആ വലിയ മരങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാത്ത രീതിയിലാണ് പുതിയ റോഡ് പണിതപ്പോൾ അത് ചെയ്തിട്ടുള്ളത്. NH-66 തെക്കേറ്റത്തെ ഏറ്റവും ആദ്യത്തെ ടോൾ ബൂത്ത് നമ്മൾ എത്താൻ പോവുകയാണ്. ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ഒരേ ഒരു ടോൾ ബൂത്തേ ഉള്ളൂ. ആ ഒരു ടോൾ ബൂത്തിൻ്റെ അടുത്താണ് നമ്മളത് എത്താൻ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഏകദേശം 1 കിലോമീറ്ററിന് അടുപ്പിച്ചേ ഉള്ളൂ. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോൾ വാങ്ങുന്ന റോഡ് ഇതാണ്. ഇപ്പോൾ ടോൾ ബൂത്തിൻ്റെ ആ ഒരു ബോർഡ് നമുക്കിവിടുന്ന് കാണാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാം ടോൾ ബൂത്ത്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ടോൾ ബൂത്തിൽ ഓരോ വണ്ടിയുടെ റേറ്റ് നമുക്ക് ഈ ഒരു ബോർഡിൽ ശ്രദ്ധിച്ചാൽ കാണാം. ഇത് കഴിഞ്ഞ് വേറൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. കാറിന് 1 സൈഡ് 150 രൂപയാണ്, ഡബിൾ സൈഡ് 225 രൂപയാണ്. പിന്നെ മന്ത്ലി ചാർജ് എഴുതിയിട്ടുണ്ട്. ബാക്കി ചാർജുകൾ താഴോട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളുടെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഫാസ്ടാഗ് റേറ്റാണ്. ഫാസ്ടാഗ് ഇല്ല എങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ചിലപ്പോൾ ഇതിൻ്റെ ഇരട്ടി ചാർജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫാസ്ടാഗ് റേറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫാസ്ടാഗ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇവിടെ പിഴയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ടോൾ ബൂത്ത്. ഇവിടെ 1 സൈഡ് വണ്ടികൾക്ക് മാത്രമാണ് ഒരു ടോൾ ബൂത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ വേറെ ടോൾ ബൂത്തുണ്ട്. അത് നമുക്ക് അവിടെയും 1 സൈഡായിട്ടാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ തൃശ്ശൂർ ടോൾ പ്ലാസയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പ് ഡൗൺ എല്ലാം ഒറ്റ വലിയൊരു ടോൾ ബൂത്തായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള ടോൾ ബൂത്താണ് ആ ഒരു ഭാഗത്ത് കാണുന്നത്. പക്ഷേ ഇവിടെ അധികം ഡിലേ ഇല്ലാതെ പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ടോൾ ബൂത്ത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോൾ ബൂത്ത് കഴിഞ്ഞ് മുന്നോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട് കുറച്ച് മുന്നായിട്ട്. ആ ഒരു ജംഗ്ഷനാണ് തിരുവല്ലം ജംഗ്ഷൻ.
തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് പോകേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ആറ്റുകാൽ ദേവീക്ഷേത്രം, അതുപോലെ തന്നെ കമലേശ്വരം, തിരുവനന്തപുരം അട്ടക്കുളങ്ങര, കിഴക്കേക്കോട്ട. അങ്ങോട്ട് പോവേണ്ടവർ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വലതുഭാഗത്തേക്ക് പോകേണ്ടതാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വലതുഭാഗത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഈ കാണുന്നതാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വലത് സൈഡിലോട്ടാണ് നമ്മൾ പോവേണ്ടത്. ഈ മുന്നിൽ കാണുന്ന ഈ ഒരു പാലം ഇത് കരമന പാലമാണ്. ഇതിൻ്റെ അടിയിലൂടെ പോകുന്ന നദി കരമനയാറാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ കാണുന്ന ഈ വലത് ഭാഗത്തോട്ട് കാണുന്ന ഈ ഒരു റോഡ് വഴിയാണ് നമ്മൾ കിഴക്കേക്കോട്ട, അതുപോലെ തന്നെ ആറ്റുകാൽ ദേവീക്ഷേത്രം തുടങ്ങിയ സ്ഥലത്തോട്ട് പോകുന്ന ആ ഒരു റോഡാണ്. NH66 കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള റീച്ചാണിത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന റോഡെന്ന് പറഞ്ഞാൽ ഒരു 4 വരി പാതയാണ്. കാരോട് കഴക്കൂട്ട റീച്ച് കഴിഞ്ഞുള്ള മറ്റ് ഭാഗങ്ങളിലെല്ലായിടത്തും നമുക്ക് ഒരു 6 വരി പാതയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. കംപ്ലീറ്റ് ആയ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്നിരുന്നാലും നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും ഒരു 6 വരി പാത റോഡായിട്ടാണ്. നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് കുമരിച്ചെന്നേന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകൾ പറയാമെങ്കിൽ ഇവിടെ വളരെ നേരത്തെ തന്നെ 4 വരി പാതയുടെ നിർമ്മാണം പൂർത്തിയായതാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള ചെടികളൊക്കെ വളർന്നിപ്പുണ്ട്, നല്ല രീതിയിൽ വളർന്നിപ്പുണ്ട്. പിന്നെ NH66 നമുക്ക് തെക്കേറ്റത്തുള്ള ഈ ഒരു റീച്ചിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് പല സ്ഥലത്തും ട്രാഫിക് സിഗ്നലുണ്ട്. ഇപ്പോൾ ഒരു ജംഗ്ഷൻ കഴിഞ്ഞതാണ്, ഇപ്പോൾ ഇനി അടുത്ത് മറ്റൊരു ജംഗ്ഷൻ വരാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്ന ജംഗ്ഷൻ്റെ പേര് പരുത്തിക്കുഴി എന്നാണ്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നാണ് പഴഞ്ചിറ ക്ഷേത്രത്തിലോട്ട് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ പോവേണ്ടത്. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത് ഭാഗത്തേക്കാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ആ ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ജംഗ്ഷൻ എത്തിയിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് പരുത്തിക്കുഴി ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ്റെ പേര് പരുത്തിക്കുഴി ആണെങ്കിലും പരുത്തിക്കുഴി എന്ന സ്ഥലം ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോയിട്ടാണ് ഈ പരുത്തിക്കുഴി എന്നൊരു സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾ പരുത്തിക്കുഴി ജംഗ്ഷൻ പാസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയും ആ ഒരു ഹൈവേയുടെ ഭംഗി നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് സെൻട്രൽ ഭാഗത്ത് മരങ്ങളും അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ നല്ല ഭംഗിയാണ്. അതായത് ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയം മുതലേ ഇതെല്ലാം എന്താ പറയുക, നിലവിലെ മരങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും പരമാവധി നിർത്തിക്കൊണ്ടും, അതായത് ഒന്നിനെ നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാം നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി നമ്മൾ എത്താൻ പോകുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ കല്ലിമൂട് ജംഗ്ഷനാണ്. കല്ലിമൂട് ജംഗ്ഷനിൽ നിന്ന് ഇടത് ഭാഗത്തേക്ക് വലിയതുറ ഭാഗത്തേക്കൊക്കെ പോകുന്നത് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടത് ഭാഗത്തോട്ടാണ്. പിന്നെ അവിടെ നിന്ന് വലത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം മണക്കാട് ഭാഗത്തോട്ടൊക്കെ പോകാം. കല്ലിമൂട് ജംഗ്ഷൻ നേരത്തെ നമ്മൾ മുന്നേ കണ്ട പോലൊരു ജംഗ്ഷനായിരുന്നു. ഇപ്പോൾ അവിടെ അണ്ടർ പാസേജ് ആക്കിയിട്ടുണ്ട്. അണ്ടർ പാസേജ് ആക്കി ജംഗ്ഷൻ താഴെയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഈ ട്രാഫിക് സിഗ്നൽ ഉള്ളതുകൊണ്ട് എപ്പോഴും വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ സിഗ്നൽ പ്രശ്നമില്ല. നമുക്ക് ദീർഘദൂര യാത്രക്കാർക്ക് വളരെ സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കടന്നു പോകാൻ പറ്റും. ഇപ്പോൾ നമ്മളാരും കല്ലുമൂട് ജംഗ്ഷൻ കണ്ടിട്ടില്ല. അതായത് ആ ഒരു ഓവർ പാസേജിൻ്റെ അടിയിലായിരുന്നു കല്ലുമൂട് ജംഗ്ഷൻ. അതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു സ്ഥലം പാസ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതാ ഒരു ജംഗ്ഷൻ വരാൻ പോവുകയാണ്. ഈ ഒരു ജംഗ്ഷനിൽ അറിയാലോ, ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന ഹൈവേയിൽ നമ്മൾ അടുത്തൊരു ട്രാഫിക് സിഗ്നൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമ്മളെത്തിയ ടൈം കൊള്ളാം. കൃത്യസമയത്ത് സിഗ്നൽ ഗ്രീനിലായി ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഈ ഒരു ജംഗ്ഷൻ്റെ പേര് ഇഞ്ചക്കൽ ജംഗ്ഷൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകുന്നവർ, അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നവർ, അതുപോലെ മാൾ ഓഫ് ട്രാവൻകൂർ ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് ഉപയോഗിച്ചാണ് നമ്മൾ പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ഭാഗത്ത്, അതായത് കിഴക്കേക്കോട്ട തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അപ്പോൾ അങ്ങോട്ടൊക്കെ പോകേണ്ടവർ നിങ്ങൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത് ഭാഗത്തോട്ടാണ് പോകേണ്ടത്. കാരണം നമ്മളൊരു ഫ്ലൈ ഓവറിലേക്ക് കയറാൻ പോകണം. ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു എലിവേറ്റഡ് ഹൈവേ ആണത്. നല്ല നീളമുണ്ട്. നമ്മുടെ NH66 തിരുവനന്തപുരം സെൻട്രൽ ഭാഗത്ത് ഏറ്റവും ആദ്യം ഓപ്പണായ ഒരു എലിവേറ്റഡ് ഹൈവേ ആണത്. അപ്പോൾ ഇതിൻ്റെ പേര് ചാക്ക ഫ്ലൈ ഓവർ എന്നാണ്. ഇതിൻ്റെ നീളം 1.6 കിലോമീറ്ററാണ്. 2020 ഫെബ്രുവരി 20 ഇത് ഓപ്പണായത്. ചുരുക്കി പറഞ്ഞാൽ ചാക്ക ഈഞ്ചക്കൽ ഭാഗത്ത് എപ്പോഴും ഭയങ്കര ബ്ലോക്ക് വരുന്നൊരു സ്ഥലമായിരുന്നു. ആ ഒരു ബ്ലോക്കൊക്കെ ഒഴിവായത് ഈ ഒരു ഫ്ലൈ ഓവർ വന്നതിന് ശേഷമാണ്. നമ്മളിപ്പോൾ ഇടതുവശത്ത് കാണുന്ന ആ ഒരു നീല നിറത്തിലുള്ള ആ ഒരു വലിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറാണ്. ഇപ്പോൾ ഇതൊന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റാതായി പോയി ഈ ഒരു ഫ്ലൈ ഓവർ വന്നപ്പോൾ.
പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സൂപ്പർ റോഡ് തന്നെയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെയേറെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനീ പോകുന്ന സമയത്തും എന്താ പറയുക, അധികം തിരക്കൊന്നുമില്ല. റോഡിൽ വണ്ടികളൊക്കെ കുറവാണ്. നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. പിന്നെ എല്ലായിടത്തും സ്പീഡ് ലിമിറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ചാക്ക ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന ഭാഗത്തിൻ്റെ അടിവശത്ത് ചാക്ക ടൗണാണ്. ഇപ്പോൾ ഇവിടെ ഒരു സർവീസ് റോഡ് ലിങ്കുണ്ട്. ആ ഒരു ലിങ്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് വന്ന വണ്ടികളാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഫ്ലൈ ഓവറിൻ്റെ എൻഡ് ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവർ ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. എന്തായാലും ഒരു സൂപ്പർ ഫ്ലൈ ഓവർ തന്നെയാണ്. വളരെ നല്ല റോഡ് തന്നെയാണ്. നമുക്ക് NH-66 ഒരുപാട് തിരക്കുകൾ കുറച്ചൊരു ഫ്ലൈ ഓവർ തന്നെയാണത്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇനി എത്താൻ പോകുന്നൊരു പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടം ടൗണാണ്. കഴക്കൂട്ടം ടൗൺ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു റീച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ വർക്ക് ഇപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭാഗത്ത് വർക്ക്. നമ്മളിപ്പോൾ ഏകദേശം ആനേറ ടൗൺ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സർവീസ് റോഡ് ലിങ്ക് നമ്മൾ ഇടത് ഭാഗത്തോട്ട് കയറി കഴിഞ്ഞാൽ കൊച്ചുവേളി, അതുപോലെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഈ സർവീസ് റോഡ് വഴി കയറി ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അതുവഴി റൈറ്റ് പോയി കഴിഞ്ഞാൽ പട്ടം, കിംസ് ഹോസ്പിറ്റൽ, അപ്പോൾ തുടങ്ങിയ ഭാഗത്തോട്ട് പോകുന്നവർ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു സർവീസ് റോഡ് ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ആനേറ ടൗൺ ഭാഗത്തൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു അണ്ടർ പാസേജ് ഉണ്ട്. ഇവിടെ രണ്ടാമത് ഹൈറ്റ് കൂട്ടിയെടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടത് ഭാഗത്താണ് ആനേറ പച്ചക്കറി വേൾഡ് മാർക്കറ്റ് ഉള്ളത്. അതുപോലെ തന്നെ സമേതി ട്രെയിനിങ് സെൻറ്റർ ഉള്ളതും ഈ ഇടത് ഭാഗത്താണ്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആര് വന്നിരുന്നാലും ഏറ്റവും ആദ്യം പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ലുലു മാളാണ്. ലുലു മാളാണ് നിങ്ങൾ ഇതാ കാണുന്നത് ഇടതുവശത്ത്. NH-66 സൈഡിൽ തന്നെയാണ് ലുലു മാളുള്ളത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ NH-66 സൈഡിൽ തന്നെയാണ് ലുലു മാളുള്ളത്. പിന്നെ ഇതുവഴി പോകുന്നവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ ഹൈവേ നമുക്ക് ലുലു മാളിലോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ സർവീസ് റോഡ് ലിങ്കുകൾ ഇവിടെയുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ NH-66 ട്രിവാൻഡ്രം ഭാഗത്ത് എല്ലാ ഭാഗത്തും റോഡ് വളരെ ഭംഗിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്. നമ്മളങ്ങനെ ലുലു മാൾ കഴിഞ്ഞ് മുന്നോട്ടാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ ആമയിഴഞ്ചാൻ തോടാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആമയിഴഞ്ചാൻ തോട് പാലത്തിൽ കൂടെയാണ്. ഇതുപോലൊരു വലിയൊരു പാലം ഇതിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ NH-66 ഈ ഒരു ഭാഗത്ത് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ സൂപ്പർ റോഡ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത റോഡാണ്. നല്ല ഭംഗിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങൊക്കെ നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ബിൽഡിങ്ങാണ്. പിന്നെ ഈ റോഡിൻ്റെ സൈഡിലെ വാളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പെയിൻറ്റിങ്സ് കാണാം. അപ്പോൾ എന്താ പറയുക, ട്രിവാൻഡ്രം സിറ്റിയൊക്കെ വളരെ ഭംഗിയിലാണ് ഇവിടുത്തെ റോഡുകളൊക്കെ. മറ്റ് സ്ഥലങ്ങളിൽ ഭംഗിയില്ലെന്നല്ല, പക്ഷേ എന്തായാലും വളരെ ഭംഗിയിൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ NH-66 മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതിനേക്കാളും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമ്മളത് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ള സൈഡ് വാൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെയും കുറച്ച് നല്ല അടിപൊളി പെയിൻറ്റിങ്ങൊക്കെ കാണാം. നമ്മൾ കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഏരിയയിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ റോഡ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? സെൻറ്റർ ഭാഗത്തുള്ള അടിപൊളി മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തും റോഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയൊക്കെ? സൂപ്പറല്ലേ? നല്ല സൂപ്പർ റോഡാണ്. നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഏതെങ്കിലും വിദേശ രാജ്യമാണെന്ന് തോന്നിപ്പോകും. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇവിടുത്തെ റോഡും ഇവിടുത്തെ സൈഡ് ബിൽഡിങ്ങുകളൊക്കെ പണിതിട്ടുള്ളത്. അങ്ങനെയാണ്. നമ്മളിപ്പോൾ വലത് സൈഡ് കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ടെക്നോ പാർക്കിൻ്റെ ബിൽഡിങ്ങാണ്. ടെക്നോ പാർക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ടെക്നോ പാർക്കുകളിൽ ഒന്നാണ് നമ്മുടെ കഴക്കൂട്ടം ടെക്നോ പാർക്ക്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴക്കൂട്ടം ഭാഗത്തൊക്കെ NH-66 ഓപ്പണായി കൊടുത്തിട്ട് തന്നെ 5 വർഷത്തിന് മുകളിലായി. കാരണം ഇവിടുത്തെ റോഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചെറിയ ചെറിയ പാച്ച് വർക്കൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ റോഡ് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതായിട്ട് കാണാം. റോഡിൻ്റെ സൈഡിൽ മരങ്ങളും ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ ഇവിടെയും റോഡ് പണിത സമയത്ത് നമ്മൾ ആ കോവളം ഭാഗത്ത് കണ്ടതുപോലെ ആ പഴയ മരങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തിയിരുന്നു. അതായത് റോഡ് വീതി കൂട്ടിയ സമയത്ത്
മുറിച്ച് മാറ്റാൻ പറ്റുന്ന മരങ്ങൾ മുറിച്ച് മാറ്റുകയും നിലനിർത്താൻ പറ്റുന്ന മരങ്ങളെല്ലാം അതേപോലെ നിലനിർത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തും റോഡ് ഡെവലപ്പ് ചെയ്തത്. ഇവിടെയൊക്കെ രണ്ടാമത് വെച്ച മരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും ആ പഴയ മരങ്ങൾ കാണാൻ പറ്റും. പിന്നെ നല്ലൊരു തണലാണ് നമുക്ക് ഇതുവഴി ഡ്രൈവ് ചെയ്ത് വരാൻ. നല്ല തണലും നമുക്ക് ചൂട് നല്ല രീതിയിൽ കുറവാണ്. 2 വീലറിലൊക്കെ റൈഡ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ തിരുവനന്തപുരം ഭാഗത്തുള്ള NH-66 മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 4 വരി പാതയാണ്. പിന്നെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് ഡിവൈഡർ നല്ല വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന NH-66 കാണാൻ പറ്റുന്നത് അവിടെ എല്ലാം 6 വരി പാതയാണ്. പക്ഷേ ഡിവൈഡർ അല്പം വീതി കുറവായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. പിന്നെ ഇവിടെ കുറച്ച് ഡിവൈഡറിൻ്റെ വീതി കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലായിടത്തും നല്ല മരങ്ങളും ചെടികളൊക്കെ വെച്ച് നല്ലൊരു ഭംഗിയാക്കിയിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് റോഡിലും ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെടികളൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നോ പാർക്ക് ഫേസ് 3 ഭാഗത്തൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഓപ്പണാക്കി കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ എലവേറ്റഡ് ഹൈവേ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ തുടങ്ങുന്ന ഈ എലവേറ്റഡ് ഹൈവേ എൻഡ് ആവുന്നത് കഴക്കൂട്ടൻ ടൗണിലാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഈ എലവേറ്റഡ് ഹൈവേയിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞു. ഇതൊരു 4 വരി പാതയാണ്, സൂപ്പർ റോഡാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു എലവേറ്റഡ് ഹൈവേ ഓപ്പണാക്കി കൊടുത്തതോടുകൂടിയാണ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുരുക്കഴിഞ്ഞത്. അതായത് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഈ കഴക്കൂട്ടൻ ടൗൺ എന്ന് പറഞ്ഞൊരു വലിയൊരു ടൗണാണ്. കഴക്കൂട്ടൻ ടൗണിൽ നിന്ന് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ഈഞ്ചക്കൽ ഭാഗത്തോട്ട് വരുന്നത് വരെ ഒരു ബ്ലോക്കിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞത് ഇത്രയും കുറേ ഭാഗമായിരുന്നു. ഈ കഴക്കൂട്ടം ടെക്നോ പാർക്ക്, അതുപോലെ ഈ കഴക്കൂട്ടൻ ടൗൺ മുതൽ ടെക്നോ പാർക്ക് വരെ വരുന്ന ഈ ഇത്രയും ഭാഗം. ഈ എലവേറ്റഡ് ഹൈവേയുടെ മുഴുവൻ നീളം 2.7 കിലോമീറ്ററാണ്. 2022 ഡിസംബറിലാണ് ഈ എലവേറ്റഡ് ഹൈവേ ഓപ്പൺ ആക്കിയത്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് 2.5 കിലോമീറ്റർ നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ബ്ലോക്കിൻ്റെയൊക്കെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ ബ്ലോക്കാണ് ഈ കഴക്കൂട്ടം ടൗണിലെ ബ്ലോക്ക്. പിന്നെ നമ്മുടെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് എൻഡ് ആവുകയാണ്. അതായത് നമ്മുടെ NH-66 ഏറ്റവും തെക്കേ അറ്റത്തുള്ള റീച്ച് എൻഡ് ആകുന്ന പോയിൻ്റാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇതോ കാണുന്ന ആ പച്ച ബോർഡ്, ആ ബോർഡ് എത്തുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള NH-66 റീച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ NH-66 റീച്ച് അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പണി നടക്കുന്നതേ ഉള്ളൂ, അതായത് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് കാസർഗോഡ് തലപ്പാടി വരെയുള്ള NH-66 മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അതായത് ഒരു സ്ഥലത്ത് പോലും ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത റോഡെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ റോഡ് 6 വരി പാത കൂടെയാണ്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ വീഡിയോയുടെ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അറിവുള്ളവർ കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.